സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ാണോ എന്ന് എനിക്കറിയില്ല. മൊബൈൽ ഫോണിൽ ഭാര്യ അതാ ഏതെങ്കിലും ദിക്റിന്റെ മജ്ലിസ്, ഏതൊക്കെയോ ദിക്റിന്റെ പേരൊക്കെ അയാൾ പറഞ്ഞു, ആ ദിക്റിന്റെ മജ്ലിസ് ഓണാക്കിയിരുന്നാൽ ഞാൻ വിളിച്ചാ പോലും അവൾ എന്നെ മൈൻഡ് ചെയ്യൂല, ഞാൻ വിളിച്ചാ പോലും അവൾ എനിക്ക് ഉത്തരം തരൂല. ആ സമയത്ത് വീട്ടിൽ പോയാ ചായ കിട്ടൂല, ആ സമയത്ത് വീട്ടിൽ പോയാ വെള്ളം കിട്ടൂല. ഇവള് ചെല്ലുന്ന ദിക്ർ ഏതാണ് എന്നാ എനിക്ക് മനസ്സിലാകാത്തത്. സ്വന്തം ഭർത്താവിനെ പരിഗണിക്കാതെ മുസ്ലിയാര് പറഞ്ഞ ദിക്റും കേട്ടിട്ട് ഈ മുസ്ലിയാര് കൊടുക്കുന്ന ദിക്ർ ഏതാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇയാള് പറഞ്ഞു കൊടുക്കുന്ന ദിക്ർ ഏതാണ് എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഓൺലൈനിൽ ഇരിക്കുന്ന മുസ്ലിയാരെ കൂടെ ചെല്ലുന്ന ദിക്റിന്റെ പേരിൽ സ്വന്തം ഭർത്താവിന്റെ ചായ മുടക്കുന്ന പെങ്ങന്മാരായി, സ്വന്തം ഭർത്താവിന്റെ ഭക്ഷണം മുടക്കുന്ന ഭാര്യമാരായി. ഓ വയത് കേൾക്കുന്ന പെങ്ങളെ, വയത് കേൾക്കുന്ന ഉമ്മ, നമ്മൾ അതപ്പതിച്ചു പോയാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ് എന്നറിയോ? ഓൺലൈനിൽ വയത് പറയുന്ന മുസ്ലിയാരെ വയലിന്റെ പ്രതി വയത് പൊരുത്തം വാങ്ങിയ സ്വർഗം കിട്ടുമെന്നാണോ? അല്ല, വയല് കേൾക്കുന്ന ഉമ്മ, വയല് പഠിപ്പിക്കുന്നവര് പഠിപ്പിക്കേണ്ടത് എന്താണ് എന്നറിയോ? ഭർത്താവിന്റെ തൃപ്തി കിട്ടിയിട്ട് മരിച്ച പെണ്ണുണ്ടല്ലോ, ദഖലത്തിൽ ജന്ന, അവള് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞതാരാ? പേരോടിന്റെ മകന്റെ വകയിലാണോ? അല്ല, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഭർത്താവിന്റെ തൃപ്തി കിട്ടിയിട്ട് മരിക്കുന്ന പെണ്ണാണോ അവള് സ്വർഗത്തിലാ. വീട്ടിൽ അതിഥി വന്നിരിക്കുന്നു, ആ അതിഥിക്ക് ചായ കൊടുക്കാൻ വേണ്ടി ഭാര്യനോട് പറയുമ്പോ ഭാര്യ പറയാണ്, ഇല്ല എനിക്കിപ്പോ ചായ തരാൻ പറ്റൂല, ഞാൻ ദിക്റിന്റെ സദസ്സിലാണ്, ഓൺലൈനിൽ ചെല്ലുന്ന ദിക്റിലാണ്, നിങ്ങൾക്ക് ചായ തരാനില്ല, ലൈഫിന് ചായ തരാനില്ല, അതിഥിക്ക് ചായ തരാനില്ല, പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ കാച്ചിക്കൊടുത്തോളൂ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഓ വയല് കേൾക്കുന്ന പെങ്ങളെ, ഈ ദിക്ർ കൊണ്ട് കടക്കാൻ ഉദ്ദേശിച്ച സ്വർഗേതാണ്? ഈ ദിക്ർ കൊണ്ട് നീ എത്തണമെന്ന് ഉദ്ദേശിച്ച സ്വർഗേതാണ്? ഭർത്താവിന്റെ തൃപ്തി കിട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗമല്ലെങ്കിൽ പിന്നെ നിന്നോട് വയല് പറയുന്നതിന് കാര്യമില്ലല്ലോ. അതേ സ്ഥാനത്ത് ഭർത്താവിന്റെ തൃപ്തി കിട്ടിയിട്ട് മരിക്കുന്ന പെണ്ണുണ്ടല്ലോ, ദഖലത്തിൽ ജന്ന, അവള് സ്വർഗത്തിൽ പ്രവേശിച്ചു പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ സുബഹിന്റെ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവാണ്. എവിടേക്ക്? ജോലിക്ക് വേണ്ടി പോവാണ്, അധ്വാനിക്കാൻ വേണ്ടി പോവാണ്. ആ ഭർത്താവ് തിരിച്ചു വരുന്നത് മഗ്രിബിന്റെ സമയത്താണ്. ഭർത്താവിന് നേരത്തെ ഭക്ഷണം കിട്ടണം എന്ന് ആഗ്രഹിച്ചു വരുന്ന സമയമാണ്. ഉച്ചക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഹോട്ടലിലെ ഭക്ഷണമാണ്. രാത്രിയെങ്കിലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഭാര്യനോട് സ്നേഹത്തോടെ ഭക്ഷണമായോ എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ എന്റെ ദിക്റിന്റെ സമയമാണ്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം തരാൻ കഴിയൂല എന്ന് പറയുന്ന പെങ്ങന്മാരായി. ഓ പെങ്ങളെ, നമ്മള് മാറിപ്പോയി കൂടാന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ദിക്ർ ചൊല്ലണ്ടെന്നാണോ? അല്ല, ഞാൻ ഏതെങ്കിലും ദിക്ർ ചൊല്ലിക്കുന്ന ഉസ്താദുമാർക്കെതിരായത് കൊണ്ടാണ് വയല് കേൾക്കുന്ന മുസ്ലിമേ, നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭർത്താവിനെ നേരത്തെ വിളമ്പി വെച്ചിട്ട് ദിക്ർ ചൊല്ലിക്കോളൂ. ഭർത്താവിന് ഉത്തരം ചെയ്യാത്ത നിലക്ക് നിങ്ങൾ എന്ത് ദിക്ർ ഏത് മഹാന്റെ കൂടെ ചൊല്ലിയോളൂ, ഭർത്താവിന്റെ പൊരുത്തക്കേട് വാങ്ങിയിട്ട് സ്വർഗം വാങ്ങാന്നുമ്മ തെറ്റിദ്ധരിച്ചു പോയിക്കൂടാ. ഭർത്താവിന്റെ തൃപ്തി വാങ്ങുന്ന പെണ്ണാണോ ദഖലത്തിൽ ജന്ന? അങ്ങനെ മരിക്കുന്ന പെണ്ണാണെങ്കിൽ അവള് സ്വർഗത്തിൽ കടന്നുപോയി. മുഹമ്മദുർ റസൂൽ